വാഷിംഗ്ടണും ടെലവീവും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ നടുക്കുന്ന വിള്ളലുകൾ വീഴുന്നതിന്റെ വ്യക്തമായ സൂചനകളാണ് പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തുവരുന്നത്. ഗാസ, ലെബനൻ, ഇറാൻ എന്നീ മൂന്ന് മുൻനിര പോരാട്ടങ്ങളിലും യുദ്ധം അവസാനിപ്പിച്ച സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് അമേരിക്ക ആവശ്യപ്പെടുമ്പോൾ അതിനെ തീർത്തും തള്ളിക്കളയുന്ന നിലപാടാണ് ഇസ്രായേൽ ഭരണകൂടം സ്വീകരിക്കുന്നത്. പതിറ്റാണ്ടുകളായി ഇസ്രായേലിന്റെ ഏറ്റവും വലിയ സൈനിക രാഷ്ട്രീയ സഖ്യകക്ഷിയായ US മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങളെ പോലും പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ട് തങ്ങളുടെ അധിനിവേശ തന്ത്രങ്ങളുമായി മുന്നോട്ട് പോകാനാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ തീരുമാനം. മിഡിൽ ഈസ്റ്റിലെ സമാധാന അന്തരീക്ഷത്തിനായി അമേരിക്കൻ സെൻട്രൽ കമാൻഡ് അധ്യക്ഷൻ അഡ്മിറൽ ബ്രാഡ് കൂപ്പർ നേരിട്ടെത്തി നടത്തിയ ചർച്ചകൾ ഇസ്രായേലിന്റെ കർക്കശ നിലപാടിൽ തട്ടിത്തകരുകയായിരുന്നു. ഒരേ സമയം മൂന്ന് മേഖലകളിൽ നടക്കുന്ന ആക്രമണങ്ങൾ ഉടനടി അവസാനിപ്പിക്കണമെന്നും പ്രാദേശിക യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കരുതെന്നും അദ്ദേഹം ഇസ്രായേലി ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടതായി പ്രമുഖ ഇസ്രായേലി മാധ്യമമായ ചാനൽ 13 റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ ഈ സന്ദേശത്തെ ഗൗരവമായി കാണാൻ ഇസ്രായേൽ ഭരണകൂടം തയ്യാറായിട്ടില്ല. പ്രത്യേകിച്ച് ഇറാനുമായുള്ള വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന ഡി എസ്കലേഷൻ പോളിസിയെ പൂർണ്ണമായും അട്ടിമറിക്കുന്ന നിലപാടാണ് നെതന്യാഹുവും ഇസ്രായേലി പ്രതിരോധ വൃത്തങ്ങളും സ്വീകരിച്ചിരിക്കുന്നത്. ഇറാന്റെ ആണവ പദ്ധതികളോ ബാലിസ്റ്റിക് മിസൈൽ ശേഷിയോ വീണ്ടും ശക്തിപ്പെടുകയാണെങ്കിൽ വാഷിംഗ്ടണിന്റെ അനുമതിക്കായി കാത്തുനിൽക്കാതെ ഇറാനെതിരെ സ്വതന്ത്രമായി സൈനിക നടപടി സ്വീകരിക്കാനുള്ള അധികാരം ഇസ്രായേലിനുണ്ടായിരിക്കുമെന്ന് ഇസ്രായേലി ഉദ്യോഗസ്ഥർ അമേരിക്കയെ സ്പഷ്ടമായി അറിയിച്ചു കഴിഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച 15 സമാധാന പദ്ധതി പൂർണ്ണമായും നിരസിച്ചുകൊണ്ടാണ് ഗാസ വിഷയത്തിൽ ബെഞ്ചമിൻ നെതന്യാഹു തങ്ങളുടെ മുൻ നിലപാട് ആവർത്തിച്ചിരിക്കുന്നത്. ഹമാസ് പൂർണ്ണമായും ആയുധം വെച്ച് കീഴടങ്ങാതെയും അവരുടെ സൈനിക ശൃംഖല തകരാതെയും ഗാസയിൽ നിന്ന് ഇസ്രായേൽ പ്രതിരോധ സേന പിന്മാറില്ലെന്ന് നെതന്യാഹു വ്യക്തമാക്കി. അമേരിക്കയുടെ ഉന്നതതല ഇടപെടലുകളെയും സമാധാന കരാറുകളെയും അപ്രസക്തമാക്കുന്ന ഇത്തരം നീക്കങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പാരമ്പര്യ നയതന്ത്ര ബന്ധങ്ങളിൽ വലിയ ഭിന്നതയാണ് സൃഷ്ടിക്കുന്നത്. മേഖലയിൽ ഒരു ബഹുമുഖ യുദ്ധം രൂക്ഷമാകുന്നത് അമേരിക്കയുടെ ആഗോള തന്ത്രപരമായ താൽപര്യങ്ങൾക്ക് കനത്ത തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലാണ് ബൈഡൻ ട്രംപ് ഭരണകൂടങ്ങൾ സമാധാന ചർച്ചകൾക്ക് മുൻഗണന നൽകുന്നത്. എന്നാൽ വാഷിംഗ്ടണിന്റെ ഉപദേശങ്ങളെയും നയതന്ത്ര സമ്മർദ്ദങ്ങളെയും തുടർച്ചയായി അവഗണിച്ചുകൊണ്ട് സ്വന്തം ആഭ്യന്തര രാഷ്ട്രീയ അജണ്ടകളും സൈനിക ലക്ഷ്യങ്ങളും മാത്രം മുൻനിർത്തി മുന്നോട്ട് പോകാൻ ഇസ്രായേൽ തയ്യാറാകുന്നത് അമേരിക്കൻ സൈനിക നേതൃത്വത്തിലും അമർഷം പുകയാൻ കാരണമായിട്ടുണ്ട്. ഇറാൻ പ്രതിസന്ധിയിൽ അമേരിക്ക പുലർത്തുന്ന കരുതൽ നിലപാടുകൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അസ്വസ്ഥതയുണ്ടാക്കുന്നതാണ്. തങ്ങളുടെ അതിർത്തികൾക്ക് ഭീഷണിയാകുന്ന ഏത് തരം വിദേശ ശക്തികളെയും ആക്രമിക്കുമെന്ന ഷഡതയിലാണ് ടെലവീവ്. ഇറാൻ തങ്ങളുടെ ആണവ പ്രതിരോധ ശേഷി വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നുവെന്ന വാദം ഉയർത്തി വീണ്ടും തിരിച്ചടികൾ നൽകാൻ ഇസ്രായേൽ തീയതി കുറിക്കുമ്പോൾ അത് നേരിട്ടുള്ള വലിയൊരു അന്താരാഷ്ട്ര യുദ്ധത്തിലേക്ക് അമേരിക്കയെ കൂടി വലിച്ചിഴയ്ക്കുമെന്ന ഭയം വാഷിംഗ്ടണിനുണ്ട്. ലെബനൻ അതിർത്തിയിൽ ഹിസ്ബുള്ളയുമായുള്ള ഏറ്റുമുട്ടലുകളും ഗാസയിലെ അവിശ്രമ പോരാട്ടങ്ങളും ഇസ്രായേലിന്റെ ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയെയും സൈനിക ശേഷിയെയും വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഒരേ സമയം പല മുന്നണികളിൽ യുദ്ധം ചെയ്യാനുള്ള തങ്ങളുടെ ശേഷിയെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള അമേരിക്കൻ നിലപാടുകളെ ആഭ്യന്തരമായി ചെറുക്കാനാണ് നെതന്യാഹു ശ്രമിക്കുന്നത്. തങ്ങളുടെ പ്രതിരോധത്തിൽ മറ്റു രാജ്യങ്ങൾ നിർദ്ദേശങ്ങൾ വെക്കുന്നത് സ്വീകാര്യമല്ലെന്ന സന്ദേശമാണ് ഇസ്രായേൽ ഇതിലൂടെ നൽകുന്നത്. അമേരിക്കൻ വിദേശനയ ചരിത്രത്തിൽ തന്നെ അത്യപൂർവമായ സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. തങ്ങൾ നൽകുന്ന ആയുധങ്ങളും കോടിക്കണക്കിന് ഡോളറിന്റെ ധനസഹായവും ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു രാജ്യം US സെന്റ്കോം മേധാവിയുടെ നേരിട്ടുള്ള മുന്നറിയിപ്പ് പോലുമില്ലാതെ തന്നിഷ്ടപ്രകാരം മുന്നോട്ട് പോകുന്നത് അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്കയുടെ സ്വാധീനം കുറയുന്നതിന്റെ ലക്ഷണമായും വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. ഗാസയിലെ ഹമാസിനെ പൂർണ്ണമായും നിഷ്പ്രഭമാക്കുക എന്ന ഇസ്രായേലിന്റെ ലക്ഷ്യം പ്രായോഗികമായി എത്രത്തോളം സാധ്യമാണ് എന്നതിൽ പാശ്ചാത്യ ലോകത്തിന് വലിയ സംശയങ്ങളുണ്ട്. സിവിലിയന്മാർ കൂട്ടത്തോടെ കൊല്ലപ്പെടുകയും കടുത്ത മാനുഷിക ദുരന്തം ഉണ്ടാവുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ സമാധാന ചർച്ചകൾ തടസ്സപ്പെടുത്തുന്ന ഇസ്രായേൽ നീക്കങ്ങൾ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ വാഷിംഗ്ടണിന്റെ പ്രതിച്ഛായയ്ക്കും കരുനിഴൽ വീഴ്ത്തുന്നു. ഇസ്രായേൽ ഉന്നത ഉദ്യോഗസ്ഥരും അഡ്മിറൽ ബ്രാഡ് കൂപ്പറും തമ്മിൽ നടന്ന ചർച്ചകൾ പരാജയപ്പെട്ടതോടെ പശ്ചിമേഷ്യൻ മേഖല വീണ്ടും വൻ സുരക്ഷാ ഭീഷണിയിലേക്ക് നീങ്ങുകയാണ്. സമാധാന കരാറുകൾ നടപ്പിലാക്കാൻ അമേരിക്ക ശ്രമിക്കുമ്പോഴൊക്കെ പുതിയ ഉപരോധങ്ങളും ആക്രമണ പ്ലാനുകളുമായി രംഗത്തെത്തുന്ന ഇസ്രായേലി നിലപാട് മേഖലയിലെ മറ്ററബ് രാജ്യങ്ങളെയും പ്രകോപിപ്പിക്കുന്നുണ്ട്. മൂന്ന് മുന്നണികളിലും ഒരേ സമയം പോരാട്ടം തുടരുന്നത് പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളുടെയും സുരക്ഷയെ ബാധിക്കുന്ന വിഷയമാണ്. ഇറാൻ പിന്തുണയുള്ള വിവിധ ഗ്രൂപ്പുകൾ അമേരിക്കൻ സൈന്യത്തിന് നേരെ ഉന്നം വെക്കാൻ ഈ യുദ്ധം കാരണമാകുന്നു എന്ന തിരിച്ചറിവാണ് ആക്രമണം അവസാനിപ്പിക്കാൻ US-നെ പ്രേരിപ്പിക്കുന്നത്. എന്നാൽ ഇസ്രായേൽ ഈ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളാൻ മടിക്കുകയാണ്. അമേരിക്കൻ രാഷ്ട്രീയത്തിലും ഈ ഭിന്നത വലിയ ചലനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്.
പശ്ചിമേഷ്യയിൽ അമേരിക്കൻ നികുതിദായകരുടെ പണം ഉപയോഗിച്ച് ഇസ്രയേൽ നടത്തുന്ന അനാവശ്യ യുദ്ധങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്ന രാഷ്ട്രീയ ശബ്ദങ്ങൾ യുഎസിൽ ശക്തമാവുകയാണ്. ട്രംപിന്റെ പുതിയ പദ്ധതികൾ പോലും നെതന്യാഹു തള്ളിക്കളഞ്ഞതോടെ ഉന്നത രാഷ്ട്രീയ നേതൃത്വങ്ങൾ തമ്മിലുള്ള വ്യക്തിബന്ധങ്ങളിലും വിള്ളലുകൾ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു. ഇറാനെതിരെയുള്ള ഇസ്രയേലിന്റെ ഏകപക്ഷീയമായ അറ്റാക്ക് പ്ലാനുകൾ മേഖലയെ പൂർണ്ണമായും തകർക്കുന്ന ഒന്നായി മാറും. അമേരിക്കയുടെ അനുമതിയില്ലാതെ ആണവ നിലയങ്ങളെയോ മിസൈൽ കേന്ദ്രങ്ങളെയോ ഇസ്രയേൽ ആക്രമിച്ചാൽ തിരിച്ചടിയിൽ നിന്ന് ഇസ്രയേലിനെ രക്ഷിക്കാൻ അമേരിക്കൻ സൈന്യത്തിന് നേരിട്ട് രംഗത്തിറങ്ങേണ്ടി വരും. ഈ തന്ത്രപരമായ കെണി ഒഴിവാക്കാനാണ് അഡ്മിറൽ കൂപ്പർ മുഖേന അമേരിക്ക അവസാന മുന്നറിയിപ്പ് നൽകിയത്. എന്നാൽ ഭാവി സുരക്ഷ മുൻനിർത്തി അമേരിക്കൻ നിലപാടുകൾക്ക് വഴങ്ങേണ്ടതില്ല എന്ന കടുത്ത തീരുമാനത്തിലാണ് ടെൽ അവീവിലുള്ള സൈനിക മേധാവികൾ. ഇതോടെ US ഇസ്രയേൽ തന്ത്രപ്രധാന കൂട്ടുകെട്ട് ചരിത്രത്തിലെ ഏറ്റവും വലിയ പരീക്ഷണ ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. വാഷിംഗ്ടണിന്റെ നയതന്ത്ര കൽപ്പനകളെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന ഇസ്രയേൽ വരും ദിവസങ്ങളിൽ കൂടുതൽ അന്താരാഷ്ട്ര ഒറ്റപ്പെടലുകൾ നേരിടേണ്ടി വരുമെന്ന ഉറപ്പാണ്. പശ്ചിമേഷ്യൻ യുദ്ധക്കളത്തിൽ അമേരിക്ക നൽകുന്ന നിർദ്ദേശങ്ങൾക്കും യുദ്ധവിരാമ പദ്ധതികൾക്കും ഇനി എത്രത്തോളം വിലയുണ്ടാകുമെന്നത് ചോദ്യചിഹ്നമായി മാറുകയാണ്. മൂന്ന് മുന്നണികളിലും യുദ്ധം പടർന്നു പിടിക്കുമ്പോൾ തങ്ങളുടെ സൈനിക ആധിപത്യം തെളിയിക്കാൻ ശ്രമിക്കുന്ന ഇസ്രയേലും മേഖലയിലെ ദുരന്തം തടയാൻ ശ്രമിക്കുന്ന അമേരിക്കയും തമ്മിലുള്ള ഈ നയതന്ത്ര യുദ്ധം വരും ദിവസങ്ങളിൽ കൂടുതൽ രൂക്ഷമാകാനാണ് സാധ്യത.